ലോകത്തിൽ തുല്യതയില്ലാത്ത അനീതിക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് പലസ്തീനിലെ ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. മനസാക്ഷിയുള്ള ഏതൊരാളുടെയും കരളലിയിപ്പിക്കുന്ന രംഗങ്ങളാണ് ദിനേന എന്നോണം അവിടുന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മളെല്ലാവരും പറയും, എന്തൊരു വലിയ പരീക്ഷണമാണല്ലേ. ശരിയാണ്, അതൊരു വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ കാലിടറാതെ ആദർശത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്ക് ആ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമാറാകട്ടെ. എന്നാൽ സഹോദരങ്ങളെ, അങ്ങകലെ നടമാടിക്കൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം അവർക്ക് മാത്രമുള്ള പരീക്ഷണമല്ല, അത് നമുക്കുകൂടെയുള്ള പരീക്ഷണമാണ്. നമ്മളത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അവിടെ നടക്കുന്ന അത്തരം വിഷയങ്ങളിൽ നമ്മുടെ നിലപാടെന്ത്, നമ്മളതിനെ എങ്ങനെ കാണുന്നു എന്നതും ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്നാമത്തെ പരീക്ഷണം എന്താണെന്നറിയോ? ഒന്നാമത്തെ പരീക്ഷണം ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഈ നിലക്കുള്ള വിശ്വാസികളെ ബാധിക്കുന്ന, അല്ല മനുഷ്യരെ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അറിയാതെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും നിർഗളിക്കുന്ന ഒരു സംസാരമാണ്, അള്ളാഹു ഇതെല്ലാം കണ്ടിട്ട് എന്താ ഇങ്ങനെ മൗനം അവലംബിക്കുന്നത്? എന്താണ് അവരുടെ വിഷയത്തിൽ ഒരു തീരുമാനം വരാത്തത്? ഈ പിഞ്ചു മക്കൾ ഇങ്ങനെ പെടഞ്ഞു വീഴുന്നത് റബ്ബ് കാണുന്നില്ലേ? നിലവിലെ കണക്കനുസരിച്ച് 60,000-ന് മുകളിൽ ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. 5000 ചില്ലാനം വരുന്ന ആളുകൾ കുട്ടികളാണ്, പിഞ്ചു പൈതങ്ങളാണ്. 1 വയസ്സിനും 5 വയസ്സിനും താഴെയാണ് 5000 ചില്ലാനം വരുന്ന കുട്ടികളുടെ കണക്ക്. പ്രയാസങ്ങളേറ്റ, മുറിവ് പറ്റിയ ആൾക്കൊന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഹോസ്പിറ്റൽ പോലും തകർക്കുകയാണ്. നാളെയുടെ പ്രതീക്ഷകളായ മക്കളെ വളർത്തേണ്ട, വിദ്യാഭ്യാസം കൊടുക്കേണ്ട വിദ്യാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഇതെല്ലാം നോക്കി നിൽക്കുന്ന, അലിവോടെ കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യക്കാർ അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഭക്ഷണങ്ങളും മരുന്നുകൾക്കും ഒക്കെ ആയിക്കൊണ്ട് സഹായിക്കാൻ വേണ്ടി കെഞ്ചി ചോദിക്കുമ്പോൾ അവരെ മുഴുവനും തടഞ്ഞു വെച്ച് പട്ടിണിക്കിട്ട് കൊല്ലുന്ന രംഗങ്ങൾ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ അറിയാതെ ചിന്തിച്ചു പോകുന്നൊരു കാര്യമാണ്, എന്താ റബ്ബേ ഇങ്ങനെയൊക്കെ അല്ലേ? അള്ളാഹു എന്താ ഇതൊക്കെ കണ്ടിട്ടും ഒരു ഇടപെടൽ നടത്താത്തത് എന്നൊരു ചോദ്യം സഹോദരങ്ങളെ ഒരിക്കലും ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ അടിത്തട്ടിൽ പോലും വരാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ചർച്ചകളോ നമ്മുടെ സംസാരങ്ങളോ നമ്മുടെ ആദർശമോ പോകാൻ പാടില്ല എന്നതാണ് നമ്മൾ ആദ്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ പരീക്ഷണം ഇത് നമ്മുടെ ആദർശത്തെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റബ്ബുമായി ബന്ധപ്പെട്ട ഒരു മോശമായ ധാരണ നമുക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ചെക്കിംഗ് ആണ്. അതിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം. നമ്മുടെ വിശ്വാസം എന്താണ്? റഹ്മാനായ റബ്ബുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസം എന്താണ്? എന്താ റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഇന്നല്ലാഹ ലാ യസ്ലിമു മിസ്ഖാല ദർറ. കൂട്ടരെ, ഒരു അണുമണി തൂക്കം പോലും ആരോടും അല്ലാഹു അനീതി കാണിക്കുകയില്ല. കാണിക്കുമോ? അള്ളാഹു തന്നെ ഇല്ല എന്ന് പറഞ്ഞു നടക്കുന്ന സാക്ഷാൽ നിരീശ്വരവാദികളോട് പോലും അള്ളാഹു അനീതി കാണിക്കുന്നവനല്ല. പിന്നെയല്ലേ എല്ലാ വഖത്തിലും അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുന്ന, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ റഹ്മാനായ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ കാര്യത്തിൽ അള്ളാഹു അനീതി കാണിച്ചെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, ഇന്നല്ലാഹ ലാ യസ്ലിമു നാസ ശൈആ. അള്ളാഹു സുബ്ഹാനഹു വ തആല തരിമ്പ് പോലും ആരോടും, ജനങ്ങളോട്, അത് ആരോ ആകട്ടെ, അവരോടൊന്നും അക്രമം കാണിക്കുന്നവനല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സുഹൃത്തുക്കളെ ഈ വിഷയത്തിൽ അള്ളാഹു ഒരു അനീതി കാണിച്ചു എന്നൊരു സ്വരം ഒരിക്കലും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങകലെ നടക്കുന്നത് ഒരർത്ഥത്തിൽ നമുക്ക് കൂടെയുള്ള പരീക്ഷണമാണെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട ഏറ്റവ്യത്യാസങ്ങളുണ്ടോ എന്ന് നോക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ വേദനകൾ സുഹൃത്തുക്കളെ അവരെക്കാൾ നന്നായി അള്ളാഹു മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന പിഞ്ചു കുട്ടിയുടെ കരച്ചിൽ അത് അള്ളാഹു കേട്ടിട്ടുണ്ട്. ആ തകർന്നടിഞ്ഞ വീടുകളിലേക്ക് നോക്കിയിട്ട് നൊമ്പരപ്പെടുന്ന കുടുംബനാഥന്റെ നൊമ്പരം അത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. പ്രിയതമയെയും മക്കളെയും എല്ലാം നഷ്ടപ്പെട്ട ആ സുഹൃത്തിന്റെ വേദന അവനേക്കാൾ കൂടുതൽ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരെ തോളത്ത് ചാടിക്കളിച്ചിരുന്ന കുഞ്ഞിന്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആ വാപ്പാന്റെ മനസ്സ് അത് അള്ളാഹുവിനറിയാം.
ആ വേദനയുടെ ആഴം അത് റഹ്മാനായ റബ്ബ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച സൂറത്ത് ഇബ്രാഹിം 42 പറഞ്ഞതുപോലെ അള്ളാഹു ഒരിക്കലും അശ്രദ്ധവാനല്ല. വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. ഈ അക്രമകാരികൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് റബ്ബ് അശ്രദ്ധവാനാണെന്ന് നിങ്ങൾ കരുതരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. റഹ്മാനായ റബ്ബ് ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ചില രംഗങ്ങളൊക്കെ കണ്ട് കണ്ണ് തള്ളിപ്പോകുന്ന ഒരു ദിവസം വരാനുണ്ട്, ഖിയാമത്ത് നാള്, പരലോകം. ആ ദിവസത്തേക്ക് വരെ അവരിങ്ങനെ വിട്ടയച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തോ എന്ന നിലക്കുള്ള അവർക്ക് കരുതി വെക്കലിന്റെ ഒരു രൂപമാണ് അവിടെ റഹ്മാനായ റബ്ബ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരും ചെയ്തതിനെ കുറിച്ചോ ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളതിനെ കുറിച്ചോ റഹ്മാനായ റബ്ബ് ഒരു നിലക്കും അശ്രദ്ധവാനല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അള്ളാഹുവിന്റെ മൗനത്തിൽ അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട്. അള്ളാഹുവിന്റെ ഇടപെടൽ റഹ്മാനായ റബ്ബിന് ഹിക്മത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഹിക്മത്തുണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് പോലും നമ്മളിൽ പല ആളുകളും ഓതി വെച്ച സൂറത്തുൽ കഹ്ഫിൽ ഇല്ലേ ചരിത്രങ്ങൾ സുഹൃത്തുക്കളെ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹിളർ അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ നടന്നു നീങ്ങുന്ന യാത്രയിൽ അവർ കണ്ട ചില സംഗതികളുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പോലും വഹയുള്ള ഒരു പ്രവാചകനായ മൂസാ നബിക്ക് പോലും ഹിളർ ചെയ്തതിന്റെ ഹിക്മത്ത് മനസ്സിലായില്ല. അവരുടെ യാത്രവേളയിൽ ഒരു കുഞ്ഞിനെ കൊല്ലുന്നു, പൊട്ടി വീഴാറായ ഒരു മതിൽ അവർ നേരാക്കുന്നു, ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കപ്പൽ അവർ പെട്ടെന്ന് ഒരു ഭാഗം പൊളിച്ചു മാറ്റുന്നു. നോർമൽ ലെവലിൽ ചിന്തിക്കുന്ന ഒരാൾക്കും അതിന്റെ ഹിക്മത്ത് മനസ്സിലാകൂല. മൂസാ നബിയും ചോദിച്ചു, എന്താ നിങ്ങൾ കാട്ടണേ? ഒരു ചെറിയ കുട്ടിയെ കൊല്ലേ? എന്താ നിങ്ങൾ കാട്ടുന്നത്? നമുക്ക് ഭക്ഷണവും പാനീയവും നിഷേധിച്ച ഒരു ജനതയുടെ അവരെ സഹായിക്കുകയോ? ഒരു കേടുമില്ലാത്ത പാവപ്പെട്ട ചില ആളുകളുടെ കപ്പലുകളെ നമ്മൾ എന്തിനു നശിപ്പിക്കണം? അവസാനം എന്താ ഉണ്ടായത്? ഓരോന്നോരോന്നും പറഞ്ഞു കൊടുത്തു. നിനക്കറിയാത്ത ചിലതറിയാം. അതെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത സംഗതിയാണ്. അത് മനസ്സിലാകുന്നത് വരേക്കും സുഹൃത്തുക്കളെ അതിന്റെ ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെടില്ല എന്നുള്ളതാണ്. ആ ആയത്തുകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലായില്ല. അതിന്റെ അവസാനം എത്തുമ്പോഴാണ് ഇതിനാണല്ലേ റഹ്മാനായ റബ്ബ് ഇത് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു പ്രവർത്തനത്തിന്റെ പിന്നിലും റഹ്മാനായ റബ്ബിന് ചില ഹിക്മത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പരീക്ഷണത്തിന് വിധേയരായ ആളുകളോട് റഹ്മാനായ റബ്ബ് നടത്തുന്ന ചില സംസാരങ്ങളുണ്ട്. പരീക്ഷണത്തിന് ശക്തമായ പരീക്ഷണത്തിന് വിധേയമാകുമ്പോ റഹ്മാനായ ഖുർആനിൽ പറയുന്ന ചില വാചകങ്ങളുണ്ട്. എന്താ? ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ വിശ്വാസികൾ കടന്നുപോയിട്ടുണ്ടെന്നാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമായിരിക്കും വലിയ പ്രശ്നം. റബ്ബ് പറയാണ് ഇതിനേക്കാൾ ശക്തമായ പരീക്ഷണത്തിന് വിധേയരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ കുറിച്ച് റഹ്മാനായ റബ്ബ് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ, പ്രബോധനം ചെയ്തതിന്റെ പേരിൽ കൂട്ടക്കൊരുതികൾക്കും അക്രമങ്ങൾക്കും ബഹിഷ്കരണങ്ങൾക്കും നാടുകടത്തലുകൾക്കും ഒക്കെ വിധേയമായ ആളുകളില്ലേ സുഹൃത്തുക്കളെ? അസ്ഹാബുൽ ഉഖ്ദൂദ് നമ്മൾ കണ്ടില്ലേ? കിടങ്ങുകൾ കുഴിച്ച് ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ആദർശത്തെ പുലുകിയതിന്റെ പേരിൽ ആ നാട്ടിലെ ആളുകൾ, കിങ്കരന്മാർ, അവർ തീർത്തത് വലിയൊരു കിടങ്ങായിരുന്നു. തീനാളങ്ങൾ ആർച്ചിരുമ്പിക്കൊണ്ടിരിക്കുന്ന ശക്തമായ തീകുണ്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരെയും അതിലേക്ക് നിട്ടുന്നതാണ്. വായിച്ചില്ലേ സുഹൃത്തെ നമ്മൾ ആ വാചകങ്ങൾ? ഇതും അവരിങ്ങനെ എടുത്തിരുന്ന് ഇങ്ങനെ നോക്കുകയാണ്, രസിക്കുകയാണ്. പച്ചയായ ശരീരത്തെ ആർച്ചിരമ്പുന്ന തീനാളങ്ങൾ കിട്ടുകൊടുത്തുകൊണ്ട് ആ മാംസങ്ങളിലേക്ക് അഗ്നികൾ ഇങ്ങനെ പടരുന്നത് കണ്ട് രസിച്ചു അവർ, ചിരിച്ചു അവർ, കളിയാക്കിയവർ. അവർ ചെയ്ത തെറ്റ് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് മാത്രമാണ്. റബ്ബ് പറയാ, എന്തിനാത് സുഹൃത്തുക്കളെ? റഹ്മാനായ റബ്ബ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ഈ നിലക്കുള്ള പ്രയാസങ്ങളൊക്കെ വരുന്നത് രണ്ട് കാര്യത്തിനാണെന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് കറകളഞ്ഞ വിശ്വാസി എന്നൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈമാൻ പരീക്ഷിക്കപ്പെടുകയാണ്. അത് അവർക്ക് മാത്രമല്ല, നമുക്കുണ്ട്. പിന്നെയോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശുഹദാക്കൾ റഹ്മാനായ റബ്ബ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹ് വിശ്വാസിയായി എന്നതിന്റെ കാരണത്താൽ ഒരു പരീക്ഷണത്തിന് വിധേയമായിട്ടുണ്ടെങ്കിൽ, അവന്റെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തെ, കണ്ടു നിൽക്കുന്നവർക്കേ പ്രയാസമുള്ളൂ. പക്ഷെ അവർ സന്തോഷത്തിന്റെ ദിനങ്ങളിലാണ്. കെട്ടിടത്തിന്റെ ഇടയിൽ കടന്ന് അങ്ങനെ മരിക്ക് നമ്മൾ കാണുമ്പോ നമുക്കതൊരു പ്രയാസമാണ്. കണ്ടു നിൽക്കുന്ന ഉറ്റ മിത്രങ്ങൾക്ക് അതൊരു പ്രയാസമാണ്, സംശയമില്ല. പക്ഷേ ആ മനുഷ്യൻ, അവൻ വിശ്വാസം ഓക്കെയാണെങ്കിൽ, അവനക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ, അവൻക്ക് റഹ്മാനായ റബ്ബ് ഷഹാദത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ ആ കെട്ടിടങ്ങൾക്കിടയിലും കടന്ന് ചിന്നിച്ചിതറിയ ശരീരത്തിന്റെ ഓണറാണെങ്കിലും അവിടെ കിടന്നവർ സന്തോഷിക്കുകയാണ്. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ശുഹദാക്കളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടെന്നാണ്. ഒരു തുള്ളി
പുറത്തേക്ക് എത്തുന്നതോടുകൂടി തുള്ളി രക്തം ശരീരത്തിൽ നിന്ന് പൊടിയുമ്പോഴേക്കും അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു എന്നാണ്. ആ മനുഷ്യന്റെ റൂഹുകളെ ഒരു പച്ച നിറവർണ്ണങ്ങളിലുള്ള ഒരു പക്ഷിയുടെ ഉള്ളിലേക്ക് അതിനെ നിക്ഷേപിച്ച് സ്വർഗത്തിലൂടെ പറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുമെന്നാണ്. ഒരു ഷഹീദിന്റെ കൂലി എത്രയാണ് സുഹൃത്തുക്കളെ? അവൻ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുകയാണ്. അങ്ങനത്തെ ചില ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ പിന്നിൽ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ നിലക്ക് ചിന്തിച്ചു പോയ രൂപം ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കൃത്യമായി കൊണ്ട് കൂലി കൊടുക്കാൻ പോകുന്നുണ്ട് എന്ന സന്തോഷവാർത്ത നമ്മൾ അറിയണം. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗത്ത് കൂടെ ഒഴുകുന്ന നദികളടങ്ങുന്ന സ്വർഗ്ഗത്തോപ്പുകൾ അവർക്കുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവർക്ക് നീതി ലഭിക്കാതിരിക്കില്ല സുഹൃത്തുക്കളെ. റഹ്മാനായ റബ്ബ് പറഞ്ഞു വനലഉൽ മവാസീനൽ ഖിസ്ത്. നീതിയുടെ തുലാസ് നാളെ പരലോകത്ത് റബ്ബ് വെക്കുമെന്നാണ്. എന്നിട്ടോ ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ. ഒരാളും ഒരു അണിമണി തൂക്കം പോലും അക്രമത്തിന് വിധേയമാകാതെ പരീക്ഷിക്കപ്പെട്ടവർക്കൊക്കെ അതിനനുസരിച്ചുള്ള പ്രതിഫലവും പരീക്ഷിച്ചവരെ ആ നിലക്ക് നേതൃത്വം കൊടുത്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം വരാനുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെല്ലാം ഒരു ഹിക്മത്തുണ്ടെന്ന് മനസ്സിലാക്കി ഈ കാര്യത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. എല്ലാ പരീക്ഷണങ്ങളും സുഹൃത്തുക്കളെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. രോഗം വന്നപ്പോൾ പോലും നമ്മൾ അദ്ദേഹത്തോട് പറയുന്ന കാര്യം ഒരു ചെറിയ രോഗത്തിന് ആയി കിടക്കുന്നവനെ സന്ദർശിക്കുമ്പോ സന്ദർശകൻ പറയുന്ന വാക്കെന്താ? അവന്റെ പ്രയാസങ്ങൾ പങ്കുവെക്കുമ്പോ സുഹൃത്തേ ലാബസ്, പ്രശ്നമില്ല, നീ ക്ഷമിക്ക്. തുഹൂറും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇതൊരു ശുദ്ധീകരണമാണ്. ഒരു ചെറിയ തലവേദന വിശ്വാസം അനുഭവിക്കുന്നുണ്ടോ? അതൊരു ശുദ്ധീകരണമാണ്. അവൻ കടന്ന കടപ്പിലേക്ക് പോകുന്നുണ്ടോ? റബ്ബ് നമ്മളെ കാക്കുമാറാകട്ടെ. പക്ഷെ ഒരു ശുദ്ധീകരണമാണ്. അവന്റെ പാപങ്ങൾ കഴുകിക്കളയുവാനുള്ള ഒരു പ്രോസസ് ആയിക്കൊണ്ടാണ് റഹ്മാനായ റബ്ബ് ചെറിയ രോഗത്തെ പോലും നമുക്ക് സമ്മാനിക്കുന്നതെങ്കിൽ, ജീവൻ പോലും പൊലിയുന്ന ഒരു പരീക്ഷണമാണെങ്കിൽ സുഹൃത്തുക്കളെ, അത് എത്രമേൽ വലിയ ശുദ്ധീകരണമായിരിക്കും. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. അവനെ കുറിച്ചൊരു മോശമായ ധാരണ ഉണ്ടാകരുത്. ഇതിനേക്കാൾ വലുതോ നമുക്ക് വന്നാലും നമ്മുടെ വിശ്വാസം ഇതാകണം എന്നുള്ളതാണ് ഒന്നാമതായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? രണ്ടാമത്തെ പരീക്ഷണം എന്താണെന്നറിയോ? ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും പാഠം പഠിച്ചോ എന്നാണ്. എത്രയാണ് നമ്മൾ ഷെയർ ചെയ്തത്? എത്രയാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത്? എത്രയാണ് നമ്മൾ അതിനെക്കുറിച്ച് വ്യസനിച്ചത്? പക്ഷെ അതിനപ്പുറത്ത് കാണുക, ചർച്ച ചെയ്യുക, സങ്കടപ്പെടുക എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കനപ്പെട്ട മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നോക്കൂ, നിങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരെയാണ് നമ്മൾ കണ്ടത്. അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ആര് വരെ? ഒരു പിഞ്ചു പൈതൽ വരെ. ഇസ്രായേലിന്റെ പട്ടാളവും അവരുടെ മിസൈലുകളും ഞങ്ങൾക്ക് മീതെ പറക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും അർശിന്റെ മുകളിലൂടെയല്ലല്ലോ എന്ന് അവർ പറഞ്ഞത്. അള്ളാന്റെ അർശിന്റെ മുകളിലൂടെ പായിപ്പിക്കാൻ മാത്രമുള്ള മിസൈലൊന്നും അവർക്കില്ലല്ലോ എന്നാണ്. അവരുടെ മിസൈലുകൾക്കപ്പുറത്തും ഇരിക്കുന്ന അർശിൽ ഉപവിഷ്ടനായ റഹ്മാനായ റബ്ബിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചവനാ ഞങ്ങൾ. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ എന്ന് തകർന്നു കിടക്കുന്ന വീടിന്റെ ഓരത്ത് വന്നു നിന്നും ചിതറിത്തെളിച്ച സുഹൃത്തുക്കളെ ആ അവശിഷ്ടങ്ങൾക്ക് മുമ്പിലും വന്നിട്ട് പറയുന്ന ആ വാചകങ്ങളുടെ പിൻകരുത്തെന്താണ്? ആ മനക്കരുത്തെന്താണ്? നമ്മുടെ മക്കൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? അതിനനുസരിച്ചിട്ടുള്ള ഒരു ഈമാനിക കരുത്ത് മക്കൾക്ക് പകർന്നു കൊടുക്കുന്നിടത്ത് നമ്മൾ എത്ര വിജയിച്ചിട്ടുണ്ട്? മക്കളെ വിടൂ, നമുക്ക് പറയാൻ കഴിയുമോ? എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ എന്റെ കാര്യങ്ങൾ ഞാൻ എന്റെ റബ്ബിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അവരും നമ്മളും എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. സുഹൃത്തുക്കളെ, ഒന്നുമില്ല അവർക്ക്. കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നു, വീടുകൾ തകർന്നു കിടക്കുന്നു, പള്ളികൾ തകർന്നു കിടക്കുന്നു. പക്ഷേ ബാങ്കിന്റെ സമയമാകുമ്പോ അവർ ബാങ്ക് വിളിക്കുന്നു. അവർ ഉള്ള സൗകര്യത്തിൽ വുളൂഎടുക്കുന്നു. അവർ അണിയണിയായി നിന്നുകൊണ്ട് നമസ്കരിക്കുന്നു. കണ്ടില്ലേ നമ്മൾ ചില രംഗങ്ങൾ? നമുക്കെന്ത് പ്രയാസമാ സുഹൃത്തുക്കളെ അവരെ കാണുമ്പോൾ? നമുക്കെന്ത് പ്രയാസമാ? നമുക്ക് എത്ര വലിയ നിർഭയത്വമാ? നമ്മൾ എത്ര പേർ ജമാഅത്തിന് കൃത്യമായി കൊണ്ട് നിർവഹിക്കുന്നുണ്ട്? എത്ര പേർക്ക് വന്ന് മനസ്സ് തട്ടി കൈ കെട്ടി നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്? നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അൽഹംദുലില്ലാ, റബ്ബ് എല്ലാ സൗകര്യങ്ങളും നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷെ നമ്മൾ എത്ര നന്ദി കാണിച്ചു? നമ്മൾ എത്ര അൽഹംദുലില്ലകൾ പറഞ്ഞു? നമുക്കിപ്പോഴും കിട്ടാത്തതിന്റെ ഭാണ്ഡവും പേറി നടക്കുകയാണോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം സുഹൃത്തുക്കളെ. ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്കും റബ്ബിനെ മറക്കുന്നുണ്ടോ നമ്മൾ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹുവിന്റെ വിധിയെ പഴിക്കുന്ന രൂപങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. ഒരു മാസം ഒന്ന് കച്ചവടം ഡിമ്മായപ്പോഴേക്കും
ഒരു ചെറിയ രോഗം വന്നപ്പോഴേക്കും, ഒരു ചെറിയ പരീക്ഷണം വന്നപ്പോഴേക്കും നമ്മൾ ആകെ ചടച്ചോ? റബ്ബുമായിട്ടുള്ള ബന്ധം നമ്മൾ കുറച്ചോ? ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം. ഒരു പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ പോലും റഹ്മാനായ റബ്ബിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന തവക്കുലോടുകൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പാഠമാണ് സുഹൃത്തുക്കളെ. 70-കാരൻ 75-കാരൻ നിന്ന് വിതുമ്പലുകൾക്കിടയിലും അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ നമ്മൾ കണ്ടില്ലേ? ഞങ്ങൾക്ക് റബ്ബുണ്ട് എന്നാണ്. ആ ഒരു തവക്കുൽ മനോഭാവം നമുക്കെത്ര ഉണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. നമ്മൾ എത്ര അനുഗ്രഹീതരാണ്. അല്ലാഹു റസൂൽ പറഞ്ഞില്ലേ, മൻ അസ്ബഹ മിൻകും മാമിനൻ ഫീ സുർബിഹി വമുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ. എന്താ പറഞ്ഞു? നേരം പുലരുമ്പോൾ ഒരാൾക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല, അവിടെ നാട്ടിൽ പ്രശ്നമില്ല, നല്ല നിർഭയത്വത്തിലാണ്, തടിക്ക് പ്രത്യേകിച്ച് കേടൊന്നുമില്ല. ആ ഒരു ദിവസം ഭക്ഷിക്കാനുള്ള വകുപ്പും അവൻ്റെ അടുത്തുണ്ടെങ്കിൽ അവൻ ദുനിയാവ് മുഴുവനും കിട്ടിയവനെ പോലെയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സുഹൃത്തുക്കളെ? ശരിക്കും ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണവർ. നാളെ എവിടെയാണ് തങ്ങളുടെ രാപ്പാർക്കലെന്ന് അറിയാത്തവരാണവർ. നാളത്തെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തവരാണവർ. ഒന്നുമില്ല അവർക്ക്. നാളെ എന്ത് നടക്കുമെന്നറിയില്ല. നാളെ ആരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നറിയില്ല. ഇന്ന് എനിക്ക് ഉപ്പയുണ്ട്, അടുത്ത സമയത്ത് ഉപ്പ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണവർ, അല്ലേ? കുടുംബത്തിൽ ഓരോരുത്തരും പടഞ്ഞു മരിക്കുന്നത് കണ്ടുകൊണ്ടേയിരിക്കുന്നവരാണവർ. ആ അവസ്ഥ ഒന്നും റബ്ബ് നമുക്ക് എത്തിച്ചിട്ടില്ല സുഹൃത്തുക്കളെ, എത്തിക്കൂല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്ര നന്ദി കാണിച്ചു എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുവാനുള്ളത്. ലഇൻ ശകറതും ലഅസീദന്നകും. അത് കേവലം വാഹനത്തിന്റെ പുറകിൽ ഒട്ടിക്കാനുള്ള വാക്കല്ല സുഹൃത്തുക്കളെ, അത് മനസ്സിന്റെ ഉള്ളിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. പ്രവർത്തനങ്ങളായിട്ടാണ് നമ്മുടെ ഭാഗത്തുനിന്ന് കടന്നു വരേണ്ടത്. നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര ദുആകളാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. റബ്ബേ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനുള്ള ഒരു തൗഫീഖ് എനിക്ക് നീ നൽകണേ. ചോദിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലേ, നന്ദിക്ക് ഇരക്കുകയാണ് നമ്മൾ, നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും പറഞ്ഞു, നിങ്ങൾക്ക് വന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങളെല്ലാം നിലനിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തെ, അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക. അല്ലാഹുവേ, നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്നും, എന്റെ ഈ ഒരു മുആഫൻ അഥവാ ആഫിയത്ത് പെട്ടെന്ന് മാറിപ്പോകുന്നതിൽ നിന്നും, പൊടുന്നതിനൊരു ശിക്ഷ കടന്നു വരുന്നതിൽ നിന്നും, അല്ലാഹുവേ നിന്റെ കോപങ്ങൾ ഞങ്ങൾക്ക് വന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളുടെ മേൽക്കോയ്മ ഇല്ലാതിരിക്കുവാൻ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ശത്രുക്കളുടെ മേൽക്കോയ്മയാണ്. അതൊരു പരീക്ഷണമാണ്. റഹ്മാനായ റബ്ബ് ശത്രുക്കളിലൂടെ നമ്മുടെ മേൽ ആധിപത്യം ചെലുത്താതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. അല്ലാഹുവേ, ഞങ്ങളോട് കാരുണ്യം കാണിക്കാത്തവർക്ക് നീ ഞങ്ങളുടെ മേൽ ആധിപത്യം കൊടുക്കരുതേ എന്നാണ്. ചരട് വലികൾ നമ്മുടെ നാടുകളിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ പ്രാദേശിക രംഗങ്ങളിൽ പോലും ചരട് വലികൾ നടന്നുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മളിപ്പോഴും കണ്ണടച്ചിരിക്കുന്നവരാണെങ്കിൽ, പ്രാർത്ഥന എന്ന ആയുധത്തെ നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നതിൽ അശ്രദ്ധയുണ്ടെങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. ഒരു പക്ഷേ ഏതൊക്കെയോ ചില നാടുകളിൽ, അവിടുത്തെ മെമ്പറുകളിൽ നമ്മുടെ നാടിനെ കുറിച്ച് ഇതുപോലെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക, പ്രാർത്ഥനയെ കൂട്ടുപിടിക്കുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് കൊണ്ടുപോകുന്നത് സുഹൃത്തുക്കളെ. മൂന്നാമത്തെ ഒരു പരീക്ഷണം നമ്മൾ അവരുടെ കൂടെയുണ്ടോ എന്നാണ്. റബ്ബ് നോക്കുകയാണ്. വിശ്വാസികൾ പരസ്പരം എങ്ങനെ വർത്തിക്കണമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. മസലിൽ ജസദ്, ഒരു ശരീരം കണക്ക് വർത്തിക്കേണ്ടവരാണ്. എന്തൊരു ശരീരത്തിന്റെ പ്രത്യേകത? ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ മറു അവയവങ്ങളും ആ ശരീരത്തിന്റെ കൂടെ നിൽക്കുന്നത് പോലെ വിശ്വാസികൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ കൂടെ നിൽക്കാൻ കഴിയണം. അവൻക്കൊരു സന്തോഷം വരുമ്പോൾ കൂടെ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സുഹൃത്തുക്കൾ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മതിൽക്കെട്ടിനുള്ളിൽ മാത്രമല്ല, ലോകത്തിന്റെ അഷ്ടദിക്കുകളിലെ വിശ്വാസികളെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. വിശ്വാസികൾ അവർ സഹോദരങ്ങളാണ്. ആ സഹോദരന്റെ വേദനകൾ നമ്മുടെ വേദനകളാകണം സുഹൃത്തുക്കളെ. അവിടെ പെടയുന്ന മക്കൾ നമ്മുടെ മക്കളായിക്കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യണം. അവിടുത്തെ നിരാലംബരായ സഹോദരിമാർ അവർ നമ്മുടെ പെങ്ങന്മാരായിക്കൊണ്ട് ഫീൽ ചെയ്യണം. അവിടുത്തെ ഉമ്മമാർ നമ്മുടെ ഉമ്മമാരായിക്കൊണ്ട് നമുക്ക് തോന്നണം. അവിടുത്തെ ഉപ്പമാർ നമ്മുടെ ഉപ്പമാരായിക്കൊണ്ട് തോന്നണം. അത് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നൊരു കടമ വരും. അത് വരുന്നുണ്ടോ എന്ന് റബ്ബ് നമ്മളെ ചെക്ക് ചെയ്യുന്നത്. ഏതാ സഹോദര? അവർക്ക് വേണ്ടി മനമുരുകിയ പ്രാർത്ഥനയാണ്. ഒരു തവണയെങ്കിലും പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കണം.
നമ്മളൊക്കെ നമ്മുടെ കാര്യങ്ങൾ ഓർത്തോർത്തെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഈ അവസ്ഥ കണ്ടിട്ടും അല്ലാഹുവേ ഈ പ്രയാസങ്ങളൊക്കെ നീ മാറ്റണമേ റബ്ബേ, അവർക്ക് ഇതൊക്കെ താങ്ങാനുള്ള മനക്കരുത്ത് കൊടുക്കണേ റബ്ബേ, അവരിൽ നിന്നും നീ എടുത്തവർക്ക് ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ, ഇതുപോലത്തെ ഒരു അവസ്ഥയും വേറെ ആർക്കും കൊടുക്കാതിരിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖുദ്സ് റഹ്മാനായ റബ്ബേ, നീ വാഗ്ദത്തം ചെയ്തതുപോലെ ഞങ്ങൾക്ക് നീ തിരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണം. അത് നമ്മിൽ നിന്നും റഹ്മാനായ റബ്ബ് നമ്മളെ പരീക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സാമ്പത്തികപരമായി കൊണ്ട് നിനക്ക് സഹായിക്കാൻ കഴിയുന്ന തുറകൾ നമുക്ക് തുറന്നു കിട്ടുമ്പോൾ സുഹൃത്തുക്കളെ, അതിലുണ്ടെങ്കിൽ അതിലും നമ്മുടെ ഷെയർ ഉണ്ടാകും. അതിലും നമ്മുടെ ഷെയർ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഈ ഒരു പരീക്ഷണം അത് അവർക്ക് മാത്രമല്ല നമുക്ക് കൂടെയുള്ളതാണെന്ന് മനസ്സിലാക്കി ഒരിടത്തും നമ്മൾ തോറ്റുപോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗസയിലെ കണ്ണീരിൽ കുതിരുന്ന ഗസയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം ശരിക്കും മനസ്സിലാക്കിയിട്ട് ഈ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ പോക്ക് എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടിൽ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കബറുകളും വിശ്രാമത്തി കൊടുക്കണമേ റഹ്മാനേ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ വിശ്വാസിയായി എന്നതിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അവരിൽ നിന്നും നീ മരണപ്പെടുത്തിയ നിന്നിലേക്ക് എത്തിയ ആളുകൾക്ക് നീ ഷഹീദിന്റെ കൂലി നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.